ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ട്രാവൽ ട്രേഡ് ഇൻ ദ ഹോൾ വേൾഡ്, അതായത് ലോകത്തിൽ എങ്ങനെയാണ് ട്രാവൽ ബിസിനസ് ഇവോൾവ് ചെയ്തത്, അതിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാവൽ ട്രേഡ് ഇൻ ഇന്ത്യയിലെ ട്രാവൽ ട്രേഡ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ടൂറിസം ബിസിനസ് എങ്ങനെയാണ് എമർജ് ചെയ്തതെന്നാണ്. അതൊരു ചെറിയ ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ദ ട്രാവൽ ഏജൻസി ആൻഡ് ടൂർ ഓപ്പറേഷൻ ബിസിനസ് ഈസ് റിലേറ്റീവ്ലി ന്യൂ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വളരെയധികം പുതിയ ഒരു കൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത്, ട്രാവൽ ട്രേഡ് എന്ന് പറയുന്നത്. ദ ട്രാവൽ ബിസിനസ് ഇൻ ഇന്ത്യ ആൻ ഓർഗനൈസ്ഡ് മാനർ സ്റ്റാർട്ടഡ് വിത്ത് ദ സെറ്റിംഗ് ഓഫ് ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ടായ് ഇൻ മുംബൈ ഇൻ 1951. 1951 ബോംബെയിൽ ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഓർഗനൈസ് ചെയ്തത് മുതലാണ് ട്രാവൽ ബിസിനസ് ഇന്ത്യയിൽ എമർജ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ട്രാവൽ ബിസിനസ് ഇന്ത്യയിൽ വന്നതെന്ന് വെച്ചാൽ 1951 മുംബൈയിൽ ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ടായ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാവൽസ് ഏജൻറ്റ്സ് അസോസിയേഷൻ ടായ് 1951 മുംബൈയിൽ വന്നതോടുകൂടിയാണ് ഈ ട്രാവൽ ബിസിനസ് ഇന്ത്യയിൽ ഇത് വരാൻ തുടങ്ങിയത്. ഓക്കെ, അതുവരെ ദർ വെയർ 2 മേജർ ഫോറിൻ കമ്പനി, അതുവരെ 2 മെയിനായിട്ടുള്ള മേജർ കമ്പനികളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏതൊക്കെയാണ്? തോമസ് കുക്ക് ആൻഡ് സണ്ണും അതുപോലെ തന്നെ അമേരിക്കൻ എക്സ്പ്രസ്സും അല്ലേ. തോമസ് കുക്ക് ആൻഡ് സൺസും അമേരിക്കൻ എക്സ്പ്രസ്സും അവരുടെ ബ്രാഞ്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആഫ്റ്റർ 1951 ഏതാണ് ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ബോംബെയിൽ എമർജ് ചെയ്തു. ഓക്കെ, പക്ഷേ ഈ നമ്മുടെ ട്രാവൽ ബിസിനസ് വന്നിരുന്നെങ്കിലും ദ ബൾക്ക് ഓഫ് ദ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് വെയർ ഹാൻഡിൽഡ് ബൈ തോമസ് കുക്ക് ആൻഡ് സൺസ് ആൻഡ് അമേരിക്കൻ എക്സ്പ്രസ്. ഈ ട്രാവൽസ് ഏജൻറ്റ്സ് അസോസിയേഷൻ വന്നിരുന്നെങ്കിൽ തന്നെയും ബൾക്കായിട്ടുള്ള, അതായത് വലിയ ടൂറും ഒക്കെ ഹാൻഡിൽ ചെയ്തിരുന്ന ആര് തന്നെയാണ്? തോമസ് കുക്ക് ആൻഡ് സൺസും അമേരിക്കൻ എക്സ്പ്രസും തന്നെയാണ്, അല്ലാതെ ഈ ടായ്ക്ക് അത് കിട്ടിയിരുന്നില്ല. ഇൻ 1920 ജീന ആൻഡ് കമ്പനി, ദ ഫസ്റ്റ് ഇന്ത്യൻ ട്രാവൽ ഏജൻസി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ടൂർസ് എബ്രോഡ് ആൻഡ് ഇൻ ഇന്ത്യ ഫോർ ഇന്ത്യൻ ട്രാവലേഴ്സ്. അപ്പം 1920 ആയപ്പോൾ ജീന ആൻഡ് കമ്പനി, ദ ഫസ്റ്റ് ഇന്ത്യൻ ട്രാവൽ ഏജൻസി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ടൂർ എബ്രോഡ് ആൻഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലും എബ്രോഡുമായി ഫസ്റ്റ് ട്രാവൽ ടൂർ തുടങ്ങിയ ഒരു ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് ഏതാണ്? ജീന ആൻഡ് കമ്പനിയാണ്. ഇറ്റ് ഹാൻഡിൽഡ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഫോറിൻ ടൂറിസ്റ്റ് 1950 അത് അവർ ഓർഗനൈസ് ചെയ്തത്. ഹൗ ഓവർ ജീന ആൻഡ് കമ്പനി ആൻഡ് ദ അതർ 2 ഇന്ത്യൻ ട്രാവൽ ഏജൻസി വെയർ മെർജ്ഡ് ഇൻ ടു 1 കമ്പോസിറ്റ് ട്രാവൽ കമ്പനീസ് നോൺ ആസ് ട്രാവൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇൻ 1961. 1961 ആയപ്പോഴേക്കും ജീന ആൻഡ് കമ്പനിയും അതുപോലെ തന്നെ അതർ 2 ഇന്ത്യൻ ട്രാവൽ ഏജൻസി കൂടെ മെർജ് ചെയ്തിട്ട് എന്തായി മാറി? ട്രാവൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡായി മാറി. 1961 ട്രാവൽ ഇന്ത്യ കോർപ്പറേഷൻ ലിമിറ്റഡായി മാറി 1961. ആഫ്റ്റർ ദിസ് ദെയർ വെയർ എ നമ്പർ ഓഫ് ട്രാവൽ ഏജൻസി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ സച്ച് ആസ് SITA. ഇൻ അഡീഷൻ ടു ദിസ് ദെയർ ആർ ലാർജ് നമ്പർ ഓഫ് നോൺ റെക്കഗ്നൈസ്ഡ് ട്രാവൽ ഏജൻസീസ് സ്കാറ്റേഡ് ആൾ ഓവർ ദ കൺട്രി. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആദ്യം ഏതാണ്? 1951 എന്ത് വന്നു? ട്രാവൽസ് ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വന്നു. ട്രാവൽസ് ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വന്നിരുന്നെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ട്രാവൽ ടൂർ നടത്തിയിരുന്നത് ഏത് കമ്പനികളാണ്? തോമസ് കുക്കും അതുപോലെ തന്നെ അമേരിക്കൻ എക്സ്പ്രസ്സും ആയിരുന്നു. അതുപോലെ തന്നെ 1920 ഏത്? ജീന ആൻഡ് കമ്പനി ലിമിറ്റഡ് അവരെന്ത് ചെയ്തു? ഫസ്റ്റ് ഓർഗനൈസ്ഡ് ടൂർ പ്ലാൻ ചെയ്തു എബ്രോഡ് ഇന്ത്യ ആൻഡ് ഇൻ ഇന്ത്യയിൽ അവർ പ്ലാൻ ചെയ്തു. അതുപോലെ തന്നെ അവർ ഫോറിൻ ടൂറിസ്റ്റുമായിട്ട് 1950 അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തു? ജീന ആൻഡ് കമ്പനിയും അതർ 2 ഇന്ത്യൻ ട്രാവൽ ഏജൻസി കൂടെ മെർജ് ചെയ്ത് 1961 എന്തായി? ട്രാവൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആയി. അതുപോലെ തന്നെ ആഫ്റ്റർ ദിസ് അത് കഴിഞ്ഞ് ഒരുപാട് കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ വന്നു. ഓക്കെ, അതുപോലെ വേറെ ഒരുപാട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതും നോൺ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളതുമായ ഒരുപാട് കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ വന്നു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനെന്ന് വെച്ചാൽ എന്താണ് ട്രാവൽ ബിസിനസ്, അതിൻ്റെ മീനിങ്ങും കൺസെപ്റ്റുമാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ട്രാവൽ ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ട്രാവൽ റിലേറ്റഡ് സർവീസ് ഫോർ സാറ്റിസ്ഫൈങ് ഹ്യൂമൻ വാണ്ട്സ്. അപ്പോൾ എന്താണ് ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ? ട്രാവൽ ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. എന്തുകൊണ്ടാണ് അവിടെ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് റിലേറ്റഡ് ഓൺ മണിയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ എക്കണോമിക്
എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ട്രാവൽ ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി, ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ എന്താണ്, വിച്ച് റിലേറ്റഡ് ടു കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ ബൈയിങ്, കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ട്രാവൽ റിലേറ്റഡ് സർവീസ്. കണ്ടിന്യൂസ് ആയിട്ടും റെഗുലർ ആയിട്ടും ട്രാവൽ റിലേറ്റഡ് സർവീസുകൾ, അതായത് ട്രാവലുമായി ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാവൽ ബിസിനസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താ ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ, ട്രാവൽ ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഇൻക്ലൂഡ് എന്താണ്, കണ്ടിന്യൂസ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ട്രാവൽ റിലേറ്റഡ് സർവീസ്. ട്രാവലുമായി ബന്ധപ്പെട്ട സർവീസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാവൽ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാവൽ ബിസിനസ് ഈസ് എഗ്രീഡ് ആസ് എ സർവീസ് ഇൻഡസ്ട്രി. ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർവീസ് ഇൻഡസ്ട്രിയാണ്. ട്രാവൽ ബിസിനസ് ഈസ് റിലേറ്റഡ് ടു സർവീസ് ഇൻഡസ്ട്രി. ഇൻ ടൂറിസം, സർവീസ് ഈസ് എനിത്തിങ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു ദ ട്രാവലർ ടു ട്രാവൽ, സ്റ്റേ ആൻഡ് ഇൻവോൾവ് ടൂറിസം ആക്ടിവിറ്റി. ഓക്കെ, അപ്പം ട്രാവൽ ഹാസ് ഫാസിനേറ്റഡ് ഹ്യൂമൻ ബീങ് ത്രൂ ഔട്ട് ദ ഏജസ്. അപ്പോൾ ട്രാവൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഏജിലുള്ള ആൾക്കാരെയും വളരെയധികം എക്സൈറ്റഡ് ആക്കുന്ന, വളരെയധികം ആകർഷകമാക്കുന്ന ഒരു കാര്യമാണ് ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാവൽ ബിസിനസ് എന്ന് പറയുന്നത്. ട്രാവൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ സർവീസ് ഇൻഡസ്ട്രിയാണ്. സർവീസ് ഇൻഡസ്ട്രിയാണ് ട്രാവൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത പറഞ്ഞു വെച്ചാൽ ട്രാവൽ ബിസിനസ് ഈസ് എ കോംപ്ലക്സ് കൺസെപ്റ്റ്. ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് കൺസെപ്റ്റ് ആണ്. ആസ് ദ ഇൻഡസ്ട്രി ഇൻക്ലൂഡ് മെനി ആക്ടിവിറ്റി. ഇപ്പോൾ ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറൊരു ബിസിനസ്സും പോലെ അല്ല. ട്രാവൽ ബിസിനസ്സിലെന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ട്രാവൽ ബിസിനസ് അല്ലെങ്കിൽ ഒരു ടൂറിന് പോകുന്നു അല്ലെങ്കിൽ ഒരു എക്സ്കർഷന് പോകുമ്പോൾ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് മാത്രമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ല. ഇപ്പോൾ ഒരാൾ ഒരു ടൂറിന് പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ വേണം, അതുപോലെ തന്നെ അക്കോമഡേഷൻ വേണം, അതുപോലെ തന്നെ ഫുഡ് വേണം, ഹോട്ടലുകൾ വേണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വന്നാൽ മാത്രമേ എന്താവുകയുള്ളൂ, ട്രാവൽ ബിസിനസ് സക്സസ് ആവുകയുള്ളൂ. അപ്പോൾ ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് കൺസെപ്റ്റാണ് വിച്ച് ഇൻക്ലൂഡ് മെനി ആക്ടിവിറ്റി വിച്ച് ടുഗദർ പ്രൊഡ്യൂസ് ദ ടൂറിസം പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ട്രാവൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു ട്രാവൽ എക്സ്പീരിയൻസ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ടൂറിന് പോകുന്നു, അപ്പോൾ നമ്മൾക്ക് നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ കിട്ടി, പക്ഷേ നമ്മൾ ചെല്ലുന്ന അക്കോമഡേഷൻ നമുക്കത് അവിടെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല. ആ ഒരു ട്രാവൽ അല്ലെങ്കിൽ ആ ഒരു എക്സ്കർഷൻ നമുക്ക് ഹാപ്പി ആവുകയോ ഇല്ല, നമുക്കൊരിക്കലും എന്താവില്ല, നമ്മളൊരു സംതൃപ്തരാവില്ല അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നല്ല രീതിയിൽ കിട്ടി, നമുക്ക് അക്കോമഡേഷൻ നല്ല രീതിയിൽ കിട്ടി, പക്ഷേ പോയപ്പോൾ നമുക്ക് കിട്ടുന്ന ഫുഡ്, ആ റെസ്റ്റോറൻറ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഒരിക്കലും നല്ലതല്ല, നമുക്കത് ഇഷ്ടമാവോ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ കൊള്ളാം, നമുക്ക് നല്ല അക്കോമഡേഷൻ കിട്ടി, നമുക്ക് നല്ല ഫുഡ് കിട്ടി, പക്ഷേ ടൂറിസം പ്രോഡക്റ്റ് അല്ലെങ്കിൽ ട്രാവൽ പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തത് നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ ആ ടൂറിസം സാറ്റിസ്ഫൈഡ് ആവും അല്ലെങ്കിൽ ആ ട്രാവൽ സാറ്റിസ്ഫൈഡ് ആവും ഇല്ല. സോ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് കൺസെപ്റ്റ്. ഇതൊരു കോംപ്ലക്സ് കൺസെപ്റ്റാണ്. അതായത് എല്ലാ ആക്ടിവിറ്റീസും ഈക്വലായി സാറ്റിസ്ഫാക്ഷൻ തന്നാൽ മാത്രമേ നമുക്ക് എന്താവുകയുള്ളൂ, ട്രാവൽ ബിസിനസ് സക്സസ് ആവും എന്ന് പറയാൻ പറ്റും. നോക്കിക്കേ, ടൂറിസം ഈസ് എ സിംഗിൾ ഇൻഡസ്ട്രി ബട്ട് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് ഹോട്ടൽ, എയർലൈൻ, ട്രാവൽ ഏജൻസി, ട്രക്കിംഗ് ഏജൻസി എക്സെട്ര. അപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബിസിനസ്സാണ്, പക്ഷേ ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഹോട്ടൽ, എയർലൈൻസ് ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഈച്ച് വൺ ഓഫ് ദം പ്രൊവൈഡ് ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ഓർ ദേ കമ്പൈൻ ടുഗദർ ടു പ്രൊവൈഡ് ട്രാവൽ എക്സ്പീരിയൻസ്. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ആക്ടിവിറ്റീസും, ഫോർ എക്സാമ്പിൾ ഇപ്പം എയർലൈൻ ആയാലും ഹോട്ടലായാലും അക്കോമഡേഷൻ ആയാലും റെസ്റ്റോറൻ്റ് ആയാലും ഇതെല്ലാം ഇൻഡിവിജ്വലി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഒരു ട്രാവൽ ബിസിനസ് സക്സസ് ആവണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അക്കമ്പനി ചെയ്ത് ടുഗദർ ചെയ്തിട്ട് എന്ത് ചെയ്യും, സക്സസ് ആയാൽ മാത്രമേ അത് നമുക്ക് നല്ല രീതിയിൽ ഒരു ടൂറിസം എക്സ്പീരിയൻസ് തരാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ, ട്രാവൽ ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി വിച്ച് ഈസ് റിലേറ്റഡ് ടു കണ്ടിന്യൂസ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ട്രാവൽ റിലേറ്റഡ് സർവീസ്. ട്രാവലുമായി ബന്ധപ്പെട്ട സർവീസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാവൽ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ.